വീടിന്റെ പല അധ്യായങ്ങളിലൂടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ ശ്രദ്ധയും കരുതലും ഒക്കെ ആശ്രയിച്ചായിരിക്കും ഒരു വീട് നന്നാവുന്നതെന്ന്. ചോർച്ചയുടെ കാര്യത്തിലും ഇത് തന്നെയാണ്. കതിരിലല്ല വളം വെക്കേണ്ടത്. ഒരു വീടിന് ചോർച്ച ഉണ്ടാകാതിരിക്കാനായിട്ട് നമ്മൾ ആ നിർമ്മാണ ഘട്ടത്തിൽ തന്നെ സാധന സാമഗ്രികളൊക്കെ വാങ്ങിക്കുമ്പോൾ തന്നെ നമ്മൾ എത്രമാത്രം ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ചെല്ലാം ഇന്ന് ജാലകത്തിലൂടെ പറയുന്നു. നിലവിലുള്ള കെട്ടിടങ്ങൾക്ക് ചോർച്ച ഉണ്ടാകുന്നത് എന്തുകൊണ്ട്, അതെങ്ങനെ നമുക്ക് മാറ്റാം എന്നുള്ളതിനെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ചത്തെ ജാലകത്തിലൂടെ നമ്മൾ ചർച്ച ചെയ്തു. എന്നാൽ ഈ ആഴ്ചത്തെ ജാലകത്തിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മൾ പുതിയതായിട്ടൊരു വീട് പണിയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കണം, എന്തൊക്കെ കാര്യങ്ങളാണ് മെറ്റീരിയൽ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീടുകൾക്ക് ചോർച്ച ഒഴിവാക്കാം. അപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ജാലകത്തിലൂടെ നമ്മുടെ അടുത്ത് അതിഥിയായി എത്തുന്നത് വാട്ടർ പ്രൂഫിംഗ് കൺസൾട്ടൻ്റായ വി ജയചന്ദ്രൻ നായരാണ്. ഒരു വീട് പണിയുമ്പോൾ അവിടെ ചോർച്ച ഒഴിവാക്കാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് മെറ്റീരിയലുകൾ വാങ്ങുമ്പോൾ, പ്രത്യേകിച്ച് വീടിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ കാര്യങ്ങൾ, ഇത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? അതിൽ ബേസിക്കായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എടുക്കുന്ന മണൽ നല്ല ശുദ്ധമായ മണലായിരിക്കണം യൂസ് ചെയ്യേണ്ടത്. അതായത് ഉപ്പ് കലർന്ന മണൽ ഒന്നും കോൺക്രീറ്റ് ഇതിന് ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റൽ അത് നിർദ്ദേശിക്കപ്പെട്ട സൈസിലുള്ള മെറ്റലായിരിക്കണം ഉപയോഗിക്കേണ്ടത്. അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന സിമെൻറ്റ് വളരെ ഫ്രഷ് ആയിട്ടുള്ള സിമെൻ്റ് ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. കുറേ 3-4 മാസം വരെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള സിമെൻറ്റൊന്നും ഉപയോഗിക്കാൻ പാടുള്ളതല്ല. അതിലേത് ഗ്രേഡാണ് നമ്മൾ നിർദ്ദേശിക്കുന്നത്? അത് ജനറലി 53 ഗ്രേഡാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ്. 53 ഗ്രേഡ് OPC സിമെൻറ്റോ അല്ലെങ്കിൽ 43 ഗ്രേഡ് സിമെൻറ്റോ PPC സിമെൻറ്റോ ഏത് വേണമെങ്കിൽ നമുക്ക് കോൺക്രീറ്റിങ്ങിന് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ WC റേഷ്യോ, വാട്ടർ സിമെൻറ്റ് റേഷ്യോ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ വാട്ടർ പ്രൂഫിംഗ് കോമ്പൗണ്ട് ചേർക്കുന്നത് വളരെ നല്ലതാണ് കോൺക്രീറ്റിങ്ങിൽ. കാരണം ഈ വെള്ളത്തിൻ്റെ അളവ് നമ്മൾ കുറയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ആ കുറവ് പരിഹരിക്കാൻ ഈ വാട്ടർ പ്രൂഫിംഗ് കോമ്പൗണ്ട് ചേർക്കുന്നതിലൂടെ നമുക്ക് വളരെയധികം നമുക്ക് ആ ഡെഫിഷ്യൻസി ഇത് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആയതുകൊണ്ട് വാട്ടർ പ്രൂഫിംഗ് കോമ്പൗണ്ട് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. അതിന് അളവുണ്ടോ വാട്ടർ പ്രൂഫിംഗ് ഇത് ഉപയോഗിക്കുന്നതിന്? സാധാരണഗതിയിൽ 100 മില്ലി 200 മില്ലി അങ്ങനെയുള്ള ഡോസേജുകളിൽ ലഭ്യമാണ്. അത് പ്രത്യേകിച്ചും നല്ല കമ്പനികളുടെ പ്രൊഡക്റ്റ് ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇത് കോൺക്രീറ്റിംഗ് ഇതെല്ലാം മിക്സ് ചെയ്യുന്ന സമയത്ത് വെള്ളത്തിൻ്റെ അളവും നമ്മൾ വളരെയധികം കൺട്രോൾ ചെയ്യേണ്ടതാണ്. സാധാരണഗതിയിൽ 0.5 കൂടുതൽ, അതായത് 0.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 ലിറ്റർ വെള്ളം ഒരു ചാക്ക് സിമെൻറ്റിന് എന്നുള്ള ആ കണക്ക് വളരെയധികം ശ്രദ്ധിച്ച് യൂസ് ചെയ്യേണ്ടതാണ്. കാരണം വെള്ളം കൂടുന്തോറും കോൺക്രീറ്റിന് ബലക്ഷയം ഉണ്ടാവും. അതുപോലെ തന്നെ ലീക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. വെള്ളം കുറഞ്ഞാലും പ്രശ്നമാണ്. അപ്പോൾ ഇത് വളരെ നോർമലായിട്ടുള്ള മാക്സിമം 0.5, അതായത് 25 ലിറ്റർ വെള്ളത്തിൽ കൂടാൻ പാടില്ല. അത് വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. ഈ കോൺക്രീറ്റിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ ഡിസിപ്ലിൻസ് ആണ് അവിടെ ഉണ്ടാവേണ്ടത്? കോൺക്രീറ്റിങ് ചെയ്യുന്ന രീതികൾ എന്ന് പറഞ്ഞാൽ ശരിയായ രീതിയിൽ, അതായത് വളരെ ഡിസിപ്ലിനോട് കൂടി കോൺക്രീറ്റ് ചെയ്യണം. ഉദാഹരണത്തിന് നമ്മൾ കോൺക്രീറ്റിംഗ് ഇന്ന് തുടങ്ങിയാൽ അന്ന് തന്നെ അവസാനിപ്പിക്കണം. ഒരു ജോയിൻ്റ് അല്ലെങ്കിൽ അതിനിടയിൽ ഒരു ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ നമ്മൾ കോൺക്രീറ്റിംഗ് ചെയ്യണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ ഈ നമ്മൾ കോൺക്രീറ്റിംഗ് ചെയ്യുന്ന സമയത്ത് വൈബ്രേറ്റർ യൂസ് ചെയ്യുക, ഫ്ലാറ്റ് റൂഫ് ആണെങ്കിൽ, അല്ലെങ്കിൽ നന്നായി കമ്പി കൊണ്ട് നന്നായി കുത്തി ഇറക്കി നന്നായി ചെയ്യണം കോൺക്രീറ്റിംഗ്. അതാണ് ഒരു കാര്യം. അതിലുപരിയായിട്ട് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങൾ, ഇപ്പോൾ ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കോൺക്രീറ്റിംഗ് പ്ലേസ് ചെയ്യുന്ന സമയത്ത് ഈ കമ്പിയിലൂടെ നടക്കാതിരിക്കാൻ അധികം ശ്രദ്ധിക്കണം. അതിന് നമ്മൾ വല്ല പലകയോ മറ്റോ ഇട്ട് അതിൻ്റെ മുകളിലൂടെ നടക്കാൻ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഈ കോൺക്രീറ്റ് പ്ലേസിങ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ ആ കമ്പിയിലൂടെ നടക്കുന്നത് അത് നമുക്ക് ചോർച്ച ഉണ്ടാവാൻ, വല്ല ക്രാക്കോ മറ്റോ ഉണ്ടാവാൻ വളരെയധികം സാധ്യത കൂട്ടും. അതെ. അപ്പോൾ ഈ കാര്യം, അതുപോലെ തന്നെ ഗ്യാപ്പില്ലാതെ കോൺക്രീറ്റ് ചെയ്യണം. അതായത് ലഞ്ച് ഗ്യാപ്പ് അങ്ങനെയൊന്നും ഗ്യാപ്പ് ഇടാൻ പാടില്ല. ബ്രേക്ക് ടൈം വരാൻ പാടില്ല. സെറ്റിംഗ് ടൈം സിമെൻറ്റ് സെറ്റ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വേറെ രണ്ടാമതൊരു കോൺക്രീറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും അവിടെ ഒരു ഹോമോജീനസ് ആയിട്ടുള്ളൊരു ഇതുണ്ടാവില്ല, കോൺക്രീറ്റിംഗ് ഉണ്ടാവില്ല. അവിടെ ഒരു ജോയിൻ്റ് ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതിലൂടെ വെള്ളം വരാൻ ധാരാളം സാധ്യതകളുണ്ട്. ഇതൊക്കെയാണ് ഈ കോൺക്രീറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ വാട്ടർ പ്രൂഫിങ്ങിന് വേണ്ടി ഉപയോഗിക്കേണ്ടി വരുന്ന കോമ്പൗണ്ടുകളും കെമിക്കലുകളും അത് എത്തരത്തിലുള്ളതാണ്? പലതരത്തിലുള്ള കോമ്പൗണ്ടുകൾ ഇന്ന് അവൈലബിൾ ഉണ്ട്. മിനറൽ ബേസ് ആയിട്ടുള്ള വാട്ടർ പ്രൂഫിംഗ് കോമ്പൗണ്ടുകൾ അവൈലബിൾ ആണ്. ലിഗ്നോസൾഫനേറ്റ് ബേസ് ആയിട്ടുള്ള വാട്ടർ പ്രൂഫിംഗ് കോമ്പൗണ്ടുകൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സോഡിയം നാഫ്തലീൻ ഫോർമാൽഡിഹൈഡ് ബേസ് ആയിട്ടുള്ള കെമിക്കലുകളും ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ സാധാരണ ഇതിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ നമ്മുടെ സാധാരണഗതിയിൽ ഇപ്പോൾ റെഡിമിക്സ് കോൺക്രീറ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ പ്ലാസ്റ്റിസൈസേഴ്സാണ് യൂസ് ചെയ്യുക. കാരണം കോൺക്രീറ്റ് ട്രാൻസ്പോർട്ടേഷന് കുറച്ചധികം സമയം വരുന്നത് കൊണ്ട് അവിടെ കോൺക്രീറ്റിനെ സെറ്റിംഗ് ടൈം സ്ലോ ആക്കുന്ന
പ്രൊഡക്റ്റുകളാണ് അവരവിടെ യൂസ് ചെയ്യാറുള്ളത്. അത് കുറേ വർക്കബിലിറ്റി കൊടുക്കുന്ന പ്രൊഡക്റ്റുകളായിരിക്കും. അതുപോലെ തന്നെ വാട്ടർ പ്രൂഫിംഗ് കോമ്പൗണ്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വാട്ടർ പ്രൂഫിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് കൂടി ഈ പ്രൊഡക്റ്റിലുണ്ട്. അപ്പോൾ ആയതുകൊണ്ട് ഇന്ന് മാർക്കറ്റിൽ കുറേ പ്രൊഡക്റ്റുകൾ അവൈലബിൾ ആണ്. ഇപ്പം ബോസ്റ്റിക് 2-in-1 എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ്, ബോസ്റ്റിക് 1 എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ്, അതുപോലെ തന്നെ പല പ്രൊഡക്റ്റുകളും ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമുക്കിത് യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ കോൺക്രീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ഡേ തന്നെ ഒരു വാട്ടർ പ്രൂഫ് കോട്ടിംഗ് അതിൻ്റെ മുകളിൽ അടിക്കുന്നത് വളരെ നല്ലതാണ്, സ്ട്രക്ചറിൻ്റെ മുകളിൽ. കാരണം അത് കോൺക്രീറ്റ് വളരെ ഗ്രീൻ ആയിട്ടുള്ള കോൺക്രീറ്റിൻ്റെ മുകളിൽ ഈ ഒരു കോട്ടിംഗ് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ അത് വളരെയധികം ഹെൽപ്പ് ചെയ്യും, നല്ല വാട്ടർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കോൺക്രീറ്റ് ഉണ്ടാക്കുന്നത്. വീടിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കുമായി ഞങ്ങൾ കാത്തിരിക്കുന്നു. അയക്കേണ്ട വിലാസം: പ്രൊഡ്യൂസർ, വീട്, മനോരമ ന്യൂസ്, അരൂർ, ആലപ്പുഴ. വെബ്സൈറ്റ് www.manoramanews.com/വീട്. ഇമെയിലുകൾ